ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആര്? ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആര്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സുപ്രിയ സാഹു. 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് സുപ്രിയ സാഹു. തമിഴ്നാട് പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന, വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ സുപ്രിയ സാഹു ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിലാണ് പുരസ്കാരത്തിന് അർഹയായത്. സുസ്ഥിരമായ ശീതീകരണ സംവിധാനങ്ങൾ, ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ഇവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ നിർണായക പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടുന്നതിൽ അവർ വഹിച്ച നേതൃത്വ മികവിനാണ് അംഗീകാരം. സുപ്രിയ സാഹു ഉൾപ്പെടെ 5 പേരാണ് ഈ വർഷം അവാർഡിന് അർഹരായത്. നൈജറിൽ നിന്നുള്ള ആർക്കിടെക്ട് മറിയം ഇസാഫു കുറഞ്ഞ അളവിൽ കാർബൺ പുറന്തള്ളുന്ന നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിച്ചതിന് എന്റർപ്രണോറിയൽ വിഷൻ വിഭാഗത്തിൽ അവാർഡ് നേടി. കാലാവസ്ഥാ നീതിക്കായി പ്രവർത്തിക്കുന്ന യുവജന കൂട്ടായ്മയായ പസഫിക് ഐലൻഡ് സ്റ്റുഡൻസ് ഫൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് പോളിസി ലീഡർഷിപ്പ് വിഭാഗത്തിൽ പുരസ്കാരം നേടി. മീഥേൻ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മാൻഫ്രഡി കാർട്ടിഗോറിന് മരണാനന്തര ബഹുമതിയായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി. ആമസോൺ വനങ്ങളിലെ വനനശീകരണം തടയാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ബ്രസീലിലെ ഗവേഷണ സ്ഥാപനമായ ഈമാസോണിന് സയൻസ് ആൻഡ് ഇന്നൊവേഷൻ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചു. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യയുടെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലാണ്. 2024 മാധവ് ഗാഡ്ഗിൽ, 2025 സുപ്രിയ സാഹു. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് സുപ്രിയ സാഹു, 2024 മാധവ് ഗാഡ്ഗിൽ.